നമുക്ക് ആരും പേടിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നല്ലതെന്ന് തന്നെ പറയണം, മനസ്സിലായില്ലേ? എൻ്റെ ഡ്രസ്സും കയറി എന്നെ തൊപ്പിയും എടുത്ത് വെച്ച് ഇവന്മാരെന്താ ഗുണ്ടായിസാണ് കാണിക്കുന്നത്. ഞാൻ വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്നത് ഞാൻ ലാലേട്ടനെ കളിയാക്കുന്നത്. എങ്കിൽ പിന്നെ എത്രയോ പേര് മൊത്തം ഞാൻ എൻ്റെ വസ്ത്രധാരണം ചെയ്യണത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് വസ്ത്രധാരണം ചെയ്യണത്. പടം നല്ല പടം, കുട്ടികൾക്കുള്ള പടം, നല്ല പടം. ഹായ് ഗായ്സ്, ന്യൂ ഇയർ ആശംസകൾ ഡെയിലി വ്ളോഗിലെ എല്ലാവർക്കും. വീണ്ടും 2025 കിടക്കുന്ന വലിയ ആശംസകൾ നേരുകൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ നാട്ടിലെ പല സോഷ്യൽ മീഡിയ അലിഗേഷൻസ്, അതുപോലെ തന്നെയാണ് സോഷ്യൽ റിവ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അതിൽ പലരും ഉണ്ട്. പലരും അതിസാഹസികമായി വിജയിച്ചവരുണ്ട്. ചിലർ തോൽക്കപ്പെട്ട സ്വയം അറിയുന്ന വിധത്തിൽ ഒന്നുമല്ലാതെ ആവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടവുമാണ് ഈ 2025 കഴിഞ്ഞിട്ടെങ്കിലും നല്ലൊരു കാലഘട്ടം വാർത്തെടുക്കണമെന്ന് ആലോചിക്കുന്ന ഒരു യുവതലമുറകളും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സത്യവും അതിൻ്റെത്തോടും നല്ല ഗുണങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്നത് അവന്റെ വ്യക്തിത്വമാണ്. അങ്ങനെ ഒരു വ്യക്തിത്വമില്ലാത്ത അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഉടല് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സമൂഹ മനസ്സാക്ഷിക്ക് ആർക്കും ഒരു മനുഷ്യൻ എന്ന നിലയിൽ സങ്കല്പിക്കാൻ കഴിയാതെ. ഹ്യൂമൻ റൈറ്റ്സ് അത് എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ നിയോഗിച്ചതാണ്. അത് കർമ്മം എന്ന് പറയുന്ന ഒരു ടാഗിനിൽ കൊടുത്തിരിക്കുകയാണ്. ലോകം സൃഷ്ടിച്ചവൻ അറിയാം അതെങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കണമെന്ന്. പിന്നെ നമ്മൾ മനുഷ്യർ പറയുന്ന അഭിപ്രായം അതൊരു നിഘണ്ടുവാണ്. അത് വലിയൊരു അഭിപ്രായ സ്വാതന്ത്ര്യവുമാണെങ്കിൽ ആ അഭിപ്രായത്തിലൂടെ ഗോഷ്ഠികൾ കാണിച്ചും അശ്ലീലങ്ങൾ പറഞ്ഞും ഇല്ലീഗൽസ് ഉപയോഗിക്കുന്ന പല വേർഡുകൾ ഉണ്ടാവും. പലരും താഴ്ത്തിക്കെട്ടാനും പലരെ ഇമോഷണലി ഡാമേജ് ചെയ്യാനുമൊക്കെ ആ ഒരു ക്യാരക്ടർ റിയാലിറ്റിയിൽ തന്നെ ഉണ്ടായാൽ. ഞാൻ പറയുന്നത് ഈ ഡെയിലി വ്ളോഗിന്റെയും യൂട്യൂബ് ചാനലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ റിവ്യൂറെ, സത്യസന്ധമായ അഭിപ്രായത്തെ ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ്. സമൂഹ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു റിവ്യൂയെയും നമ്മൾ അംഗീകരിക്കേണ്ട. അവർ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് പറഞ്ഞ് ആ ലോജിക്കില്ലാത്ത വേർഡുകളെ നമ്മൾ കരുതിക്കൂട്ടി അതങ്ങ് വിഴുങ്ങുകയും വേണ്ട. ഒരു കുളിയ കഴിച്ച ലാഘവം ആ ഒരു മോട്ടിവേറ്റിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യന് എല്ലാം മെഡിസിറ്റിയാണ്. മെഡിസിൻ പരമായ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. പല തത്വചിന്തകന്മാരുടെ തലയിലും അതേ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രോഡുകളുടെ ചിന്തകളിലും അതേ ഹെൽത്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായത് അത് മാജിക്കൽ ഡ്രീംസിൽ ജീവിക്കുന്ന അത്ഭുത മനുഷ്യന്മാർക്കേ ഉള്ളൂ. ഈ ഭൂമിയിൽ അങ്ങനെ ഒരു സിനിമ പിറന്നു. ബറൂസ്, ഇന്ത്യ കാക്കും ഭൂതം എന്ന് പറയുന്ന ദി ഗാമ, അതായത് ഗാമ ജനിച്ച കോഴിക്കോട് കാപ്പ ബീച്ചിൽ കാല് കുത്തിയ ഗാമയുടെ ഒരു കെട്ടുകഥയായി ഉടലെടുത്തൊരു കഥയായിരുന്നു ബറൂസ്. ആ കഥ തിയേറ്ററിൽ എത്തിയപ്പോൾ അതിനെ നെഗറ്റീവായി ആ കഥ എന്താണെന്ന് പോലും പറയില്ല. അത് കുട്ടികൾക്കുള്ള കഥയായി. അത് കുട്ടികളുടെ സ്റ്റോറിയാണ്. കുട്ടികൾക്ക് മാത്രം ഡെപ്ത് അറിയാവുന്ന ഒരു മാജിക് അതിലുണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വാസ്കോഡ ഗാമ പോർച്ചുഗീസ് യുദ്ധത്തിലുണ്ടായ ആരോ
ഒരാൾ പറഞ്ഞ ഒരു മുത്തശ്ശി കഥ എന്ന് മാത്രം നമ്മൾ ആ സ്റ്റോറി ലൈനിൽ വായിച്ചാൽ മതി. ഇത് നടന്ന കഥയൊന്നുമല്ലല്ലോ. അപ്പൊ ആ കഥയെ ഒരു വർണ്ണശില്പമാക്കി ഇത്രയും 3D കൊടുത്ത് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നവന്റെ വിഷമം അറിയാതെ ഐ എം സോറി ഇല്ല കേട്ടോ. നമ്മൾ പലരെയും വിശ്വസിക്കും. ആറാട്ടൻ എന്ന് പറയുന്ന കൊമിക്ക് ഇവിടെ കാണിക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ സാബുമാൻ പറഞ്ഞത് ശരിയാണ്. ഒരു തല്ലിന്റെ ഗുണം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ പറ്റി നല്ല ബുദ്ധിമാനും നല്ല വായിച്ച അറിവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ കോമൺ സെൻസ് അത് റിലേറ്റഡ് ചെയ്യാനുള്ള ഒരു ഭാഷാ പ്രയോഗം ആ വ്യക്തി ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് ചെകുത്താൻ. ഇവരെല്ലാമാണ് ഇപ്പൊ ഈ ലോകം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെയെങ്കിലും മുറിപ്പെടുത്തുക എന്നൊരു കാര്യം കൂടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് ആറാട്ടണ്ണൻ പറയുന്ന നെഗറ്റീവായ റിവ്യൂ, വെറും കോമാളി പടം, കഥ നല്ലതാണ്, ഇഷ്ടപ്പെട്ട പാട്ട് നല്ലതാണ്. ചെകുത്താൻ പറയുന്നത് വളരെ മോശം. നമ്മൾ പറയുകയാണ് ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഗാമ എന്ന് പറയുന്ന പുരാണകാലത്തെ കഥയെ അത് ഉണ്ടാക്കിയെടുത്ത ആ ആസ്വാദനത്തെ എങ്ങനെ ഇല്ലാതാക്കണമെന്നാണ്. അതിൽ നിന്ന് 1000 വർഷങ്ങൾ താണ്ടി അത് ഇങ്ങനെ ഒരു കഥാരൂപത്തിൽ എത്തുമ്പോഴേക്കും അത് അദ്ദേഹത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരു സംവിധായക കുപ്പായമല്ല അദ്ദേഹം അണിഞ്ഞത്. ജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് ആസ്വദിക്കാമെന്ന റിയാലിറ്റിയിലാണ് കണ്ടത്. അത് മനസ്സിലാക്കാനുള്ള ബോധവും മനുഷ്യനുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ളവരെ ഇനിയും കയറ് ഒരു വിടരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവരൊന്നും ഒരു യഥാർത്ഥ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് അല്ല. ഇവരൊന്നും പറയുന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ലോകത്തിൽ ഒരു മനുഷ്യരും ഒരു നിയമ കുരുക്ക് ഉപയോഗത്തിൽ പറയുന്ന വാക്കുകളും നിങ്ങൾ നമ്മൾ പറയുന്ന രീതിയിലല്ല അവർ പറയുക. നമുക്ക് തെറ്റുപറ്റാം. നമ്മൾ ചിന്തിച്ചതല്ല ശരിയെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു തെറ്റ് ഇത്തരത്തിലുള്ളത് അവരെയൊക്കെ പുകഴ്ത്തുന്ന നമുക്ക് ആരെങ്കിലും വിഷം സമൂഹത്ത് ആറാട്ടണ്ണൻ, ചെകുത്താനും ഇങ്ങനെ പല എണ്ണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ജേർണലിസ്റ്റിന്റെ ടോക്കിംഗ് ഒരു വേർഡാണ്. അവിടെ നമുക്ക് സംസാരിക്കാൻ കഴിയേണ്ടത് നമ്മളുടെ ഡിപ്രഷൻ, നമ്മുടെ സാമൂഹികമായ ജനങ്ങളുമായുള്ള ഒരു കമ്മ്യൂണിക്കേറ്റിന് അതിനെ നിയന്ത്രിക്കാൻ യൂട്യൂബ് നിങ്ങൾക്ക് തന്ന ഒരു അവസരമാണ്. ആ അവസരം കേട്ടതും കണ്ടതും ഒക്കെ നമ്മുടെ ചിന്തകളിൽ നിന്ന് ഉരുട്ടാതെ അത് ജനങ്ങളിലേക്ക് എറിയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരുമ്പോൾ ആ സിറ്റുവേഷനെ നിങ്ങൾ പുറംകാലുകൊണ്ട് തട്ടരുത്. ഈ പറയുന്ന കിമിക്സ് കാണിച്ച് കോമാളിത്തരം കാണിക്കുന്ന ഈ നാടകത്തിന്റെ സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ടാവാം. ഏത് സിനിമയിലും ഒരു വർക്കാകാത്ത സിനിമയിൽ ഒരു റോൾ ഉണ്ടാവും. ഇവനൊക്കെ ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിൽ തന്നെ വരാൻ എന്താണ് കാരണം? അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെയുള്ള സിനിമകളിലാണ് ഇവരിവിടെ വെൽക്കം. യഥാർത്ഥ കഥയോ ഇൻസ്പിറേഷൻ ചെയ്ത കഥയത്തിലോ ഇൻസ്പിറേഷൻ ചെയ്യുന്ന ചരിത്രത്തിലോ ഇൻസ്പയർ ചെയ്യാൻ അറിയുന്ന സ്ക്രിപ്റ്റിലോ ഒന്നും ഇത്തരത്തിലുള്ളവരുടെ കഥ അവരെ പറ്റിയാണെന്ന് തോന്നിച്ച് സിനിമ ചെയ്യാൻ ആ പറയുന്ന ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും മടിയുണ്ടാവും. ഒരു വട്ടം സിനിമയിൽ വന്നു എന്ന ആ അഹങ്കാരവും ജാടയും ഏതൊരു സിനിമ സെലിബ്രിറ്റികൾക്കും ഉണ്ടാവും. പക്ഷെ അഹംഭാവവും അധികാരവും സിനിമ
റിപ്യൂട്ടും ഒക്കെ കണ്ട് കണ്ട് അഹങ്കാരത്തിന്റെ ഉച്ചിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീഴുന്നത് താഴോട്ടാണ്. തികച്ചും ആ നരകം എന്ന് പറയുന്ന ചൂടിന്റെ അടിത്തട്ടിലേക്ക്. അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റും. അവിടെ നിങ്ങളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാനോ അവിടെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനോ ആരും ശ്രമിക്കുന്നതല്ല. അതുകൊണ്ട് ഫറോസ് എന്നൊരു സിനിമ ഒരു ഫാമിലി ഹിറ്റിനെ ഇത്രയും വണ്ടർഫുള്ളായി 3D രൂപത്തിൽ വരെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് 2D ആക്കിയ സിനിമ 3Dയിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു സിനിമയുടെ ബിഗ് സ്കെയിലിനെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുക എന്നൊരു തിയേറ്ററിൽ ഞാൻ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളായിട്ടൊക്കെ ഇവിടെ വന്നതാണ്. വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഗുണ്ടകൾ വന്ന് നമ്മളെ അടിക്കാനും പിടിക്കാനും വരികയും എൻ്റെ കോസ്റ്റ്യൂം വലിച്ചു കീറുകയും ഇതൊക്കെ ഞാൻ വണ്ടി ഓടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ലാലേട്ടൻ വല്ല കാണുന്നുണ്ടോ? ആരും കാണുന്നില്ലല്ലേ? അങ്ങനെ തന്നെയാണ്. ഞാൻ ആർക്കും റിവ്യൂ കൊടുത്തില്ല. നമുക്ക് ആരും പേടിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നല്ലത് നല്ലതെന്ന് തന്നെ പറയണം. മനസ്സിലായില്ലേ? എൻ്റെ ഡ്രസ്സും കീറി എന്നെ തൊപ്പിയും എടുത്ത് വെച്ച് ഇവന്മാരെന്തിനാ ഗുണ്ടായിസാണ് കാണിക്കുന്നത്. ഞാൻ വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്നത് ഞാൻ ലാലേട്ടനെ കളിയാക്കുന്നത്. എങ്കിൽ പിന്നെ എത്രയോ പേര് മൊത്തം ഞാൻ എൻ്റെ വസ്ത്രധാരണം ചെയ്യണത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് വസ്ത്രധാരണം ചെയ്യണത്. ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഒരു പൈസ കൊടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ അത് എങ്ങനെ കൊടുക്കണം? കാര്യം നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ എങ്ങനെ ആയിക്കോട്ടെ, അതല്ല നമ്മളൊരു സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അത് ലാലേട്ടനല്ല മമ്മൂക്കയല്ല യാതൊരു നടനായിരുന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടായിസം കാണിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? എനിക്കും ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ടൊന്നുമല്ല. എനിക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരും ഉണ്ട്. നിലപാടിലാണ്. എന്തെങ്കിലും ബാക്കി കാണുന്ന പ്രേക്ഷകർക്ക് കാണാനുള്ള ഒരു കോൺഫിഡൻസ് അതില്ലാതാക്കാതെ അത് നിങ്ങൾ ഇല്ലാതാക്കില്ല. നെഗറ്റീവ് ഇട്ടുകൊണ്ടും നെഗറ്റീവ് ഷെയ്ഡ് ഉപയോഗിച്ചും ഈ ഒരു സിനിമ ഒരു കൂതറ പടമാക്കി നിങ്ങൾക്ക് പൊതുജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ സിനിമ കണ്ട് നിങ്ങൾ തന്നെ പണം മുടക്കിയ വ്യവസ്ഥയും പറഞ്ഞ് സിനിമ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ, ഇത്തരത്തിലുള്ളവരുടെ സിനിമ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ അയാളുടെ സിനിമയ്ക്ക് പോകാതെ റിയാക്ഷൻ ചെയ്യണമായിരുന്നു. അല്ലാതെ ആ നായക്ക് മുറുമുറുപ്പ് എന്ന് പറയുന്ന മാതിരിയുള്ള സ്വഭാവം കൊണ്ട് നടന്നിട്ട് അതിന്റെ പല്ല് നേരെ ആവത്തില്ല. ജീവിതകാലം മുഴുവനും ഇങ്ങനെയുള്ളൊരു നോൺസെൻസിന് ടോക്ക് ചെയ്യേണ്ട കാര്യം യൂട്യൂബ് കമ്മ്യൂണിക്കേഷൻസിനില്ല. അത് ഈ പോളിസിക്ക് എതിരാണ്. സമൂഹത്ത് ഇത്രയും വലിയ മനുഷ്യനെ ലോകം നമ്മളെ ഈ ആറായപ്പൊക്കം മനുഷ്യന്മാരെ സൃഷ്ടിച്ചും ഇത്രയും കോടാനുകൂടി ജനങ്ങളെ ഉണ്ടാക്കിയ വ്യക്തിക്കും അറിയുന്നതിനേക്കാളും വലിയ വ്യക്തിത്വമൊന്നും അല്ലല്ലോ ഇന്നലെ പൊട്ടിമുളക്കുന്നവർക്ക്. സന്തോഷ് വർക്കിയും ചെകുത്താനും ഒക്കെ ഇനിയും പഠിച്ചിട്ടില്ല. റിവെഞ്ച് ഇത് മോഹൻലാൽ എന്ന ആക്ടറിനോടുള്ള കംപ്ലീറ്റ് റിവെഞ്ച് ആണ്. ഇതിനെതിരെ നമ്മൾ തുറന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ വയനാട് ദുരന്തത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് അവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സ്പോയിലഡായ ന്യൂസൻസ് അത് ഒരിക്കലും മലയാളിയുടെ നാവിൽ നിന്ന് വരേണ്ട വാക്യങ്ങളല്ല. ഇവർക്ക് യൂറോപ്പിലെയോ മറ്റേത് ലണ്ടനിലോ എവിടെ പോയി ജീവിച്ചാലും ഇവർ വളഞ്ഞേ ജീവിക്കൂ. ഇവർ നേരായ വഴികളിൽ പോയിട്ടുണ്ടോ? ഇവർ നേരായ സഞ്ചാരികളായിട്ടുണ്ടോ? ഇല്ല. ഈ ചെകുത്താനൊന്നും ഒരു പടവും കാണാറില്ല. ഒരു പടവും കണ്ടുകൊണ്ട് അഭിപ്രായം പറയുന്നവരുമല്ല. നമ്മളൊക്കെ കാണും, കണ്ടതിനും ആ കഥ എന്താണെന്ന് അറിയാൻ ശ്രമിക്കും. അത് കണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കണ്ട് നമ്മുടെ ഒരു അഭിപ്രായം കൂടി ഇട്ടിട്ടേ ഒരു റിവ്യൂ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കണ്ടതും കേട്ടതും എന്നൊരു വേർഡിന് പ്രാധാന്യമുണ്ട്. കാരണം അവിടെ കണ്ടതും ഇവിടെ കണ്ടതും ഒക്കെയായി നമുക്കെന്താ പറയാൻ തോന്നുന്നത് അത് പറയുക. പക്ഷെ പ്രേക്ഷകരെയോ വിമോചനെയോ കാണുന്ന പ്രേക്ഷകരെയോ ഹേർട്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു തലവേദന വരെ വരാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന മോഹൻലാലിന്റെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു അതിനു വേണ്ടി സൂക്ഷിച്ച് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ പത്രവാർത്ത മാധ്യമങ്ങളിൽ ഒന്ന് സൈലന്റ് ചെയ്ത് എല്ലാവരോടും വിശദകരമായിട്ട് തന്നെ സംസാരിച്ചു. പടത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ പോലും
കെൽപ്പില്ലാതെ ഇങ്ങനെ വളവളായി ഇങ്ങനെ അടിക്കുന്നതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി പടം ഹിറ്റാകുകയോ സ്പോയിലാകുന്നതോ അത് പ്രേക്ഷകരുടെ വിഷയമല്ല. പടം കാണുക, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് നിങ്ങൾക്ക് പറയാം. അതിന് കോസ്റ്റ് കാണിച്ചും ഉറങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികളുടെ റിവ്യൂ അതെങ്ങനെ സത്യസന്ധമല്ലാത്ത റിവ്യൂ ആകാതിരിക്കും? കുട്ടിക്ക് എങ്ങനെ നിങ്ങൾ പറയുന്ന ഈ ഒരു വ്യക്തിത്വം ഉണ്ടാവുക? ഒരു കുട്ടിയുടെ റിവ്യൂ അല്ലല്ലോ വലിയൊരു മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്ന് കിട്ടുന്ന റിവ്യൂ. അതൊരിക്കലും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. റിയാലിറ്റിയിൽ അങ്ങനെ ഒരു പണം കൊടുത്ത് റിവ്യൂവരെ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അവന്റെ ചിന്തയിൽ നിന്ന് വരുന്നത് അവൻ പറയൂ. അതാണ് സന്തോഷ് വർക്കിയും ആറാട്ടണൊക്കെ ഈ ചെകുത്താനൊക്കെ കൂടെ നിന്ന് കളിക്കുന്നത്. ഇവരൊന്നും ഇടിച്ചു കൊല്ലുന്ന കാലഘട്ടക്കായി. ഇനി ഇവരെ മറ്റൊരു കെണിയിൽ പെടുത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ തോന്നുന്നു. കാരണം ഏതെങ്കിലും ഒരു റൂട്ടിൽ ഇവർ പോകുന്ന രാജ്യത്തേക്ക് എവിടെയെങ്കിലും നാടുകൾ, മലയാളം നാട്ടില് അവിടെയും അവർ ഷൈൻ ചെയ്യും. പക്ഷെ മലയാളി നാടിനെ വെറുപ്പിച്ചവർക്ക് ഒരു സ്ഥലത്തും അംഗീകാരം കിട്ടില്ല. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പൊതുസമൂഹത്ത് ഇങ്ങനെയൊക്കെ വഷളത്തരം ഉണ്ടാക്കുന്ന ഈ നാട്ടിൽ എന്തൊക്കെ അപകടം നടക്കും, എന്തൊക്കെ തെറ്റുകുട്ടികൾ നടത്തുന്നു, അതിനെതിരെ ഒരു നല്ലൊരു റിവ്യൂ ഇടാൻ ഇവർ കഴിയുന്നുണ്ടോ? ഇങ്ങനെയുള്ള അശ്രയമിടായ കാര്യങ്ങൾ മാത്രം കണ്ടന്റായിട്ട് യൂട്യൂബിലിടില്ല. അത് സ്ട്രൈക്കിന് വരെ എതിരാണ്. അത് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ള ഒരു ക്ലൈമാണ്. നമുക്കത് അറിയാമല്ലോ. നമ്മൾ പാട്ടിട്ടാൽ പോലും ക്ലൈം നടന്ന യൂട്യൂബാണ്. അപ്പോൾ അത്രയും സൂക്ഷിച്ച് ഒരു വാക്കിനെ പോലും ശക്തമായി പ്രാധാന്യം കൊടുക്കുന്ന യൂട്യൂബർ നിങ്ങളെപ്പോലെ മണ്ടന്മാരായിട്ടല്ല അവിടെ. അതൊരു കമ്പ്യൂട്ടർ ടെക്നിക്കാണ്. ഇത്രയും വലിയ കമ്പ്യൂട്ടറും ഇത്രയ്ക്ക് എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ടായ ആറാട്ടെണ്ണൻ ഇതുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടു കുറെ പുസ്തകങ്ങളും അടുക്കി പേടിച്ച് ഇങ്ങനെ വെക്കുന്നു, മൊബൈൽ അവിടെ വെക്കുന്നു. പക്ഷെ വിവരമുണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ബുക്ക് അട്ടി വെച്ച് ഒരാൾ പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് കൊടുത്താലും അവന്റെ ബുദ്ധിക്ക് ടെസ്റ്റ് ചെയ്താലേ അവൻ ബുദ്ധിമാനാണെന്ന് പറയാൻ പറ്റൂ. അക്ഷരങ്ങളിലോ എഴുതി വെച്ചതോ ബുക്കിൽ എഴുതി വെച്ചതോ പറയുന്ന സത്യങ്ങൾ വായിക്കാൻ ഒരു കർമ്മയും നമ്മളെ അനുഭവസ്ഥനാക്കിയിട്ടില്ല. പഴയ സിനിമകളുടെ ഓർമ്മയിൽ ഇവിടെ ജീവിക്കാൻ ഈ ലോകത്ത് ജീവിച്ച് തീർക്കാനും പറ്റില്ല. പണ്ടത്തെ കാലത്തെയും പണ്ടത്തെ സിനിമയും പണ്ടത്തെ മോഡലേഷൻ മനുഷ്യൻ മാറുന്ന കാലത്ത് മാറുന്ന ലുക്കിൽ മാറി മാറി നടക്കും. ഒരേ ക്യാരക്ടർ ഒരേ ലുക്കിൽ തന്നെ മുന്നോട്ട് പോകുന്ന വ്യക്തികളില്ല. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരും ഇല്ല. ചില ഇങ്ങനെയുള്ള പൊട്ടൻ ആറാട്ടമ്മമാരും കുറെ ആറാട്ടണ്ണനും പൊട്ടൻ അൽസൺസ് പെരേരയും ഒക്കെ ഉണ്ടാവും. ഇവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമല്ല. ഇവർക്കും ഇതിന്റെ ആവശ്യവും ഇവരുടെ അംഗീകാരവും അത് ഇവർക്ക് അംഗീകാരം കിട്ടണമെന്നില്ല. കാരണം ഇവർക്ക് ആ അംഗീകാരമൊക്കെ കിട്ടിയിട്ടും പിന്നെ ഇവർക്ക് ചൊറിച്ചലാണ്. ഇവർക്ക് 4 നെഗറ്റീവ് പറയണം, പോസിറ്റീവ് കാര്യം പറയാനുള്ള ഒരു ഉന്മേഷമില്ല. വായ നോക്കി പെണ്ണുങ്ങളെ ഹറാസ്മെന്റ് ചെയ്ത് പിന്നെ ആണുങ്ങളിലേക്ക് തിരിയാനുള്ള വേറെ ഒരു വഴിയും നോക്കി നടക്കുക ആറാട്ടം. നിങ്ങൾക്ക് അടി കിട്ടു മനുഷ്യ. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തും ഇത്ര ടെക്നിക്കിലൊക്കെ നിങ്ങൾ ഇത്ര ഇതായിട്ട് പിന്നെന്തിനു വേണ്ടി സീക്രട്ട് ഏജന്റൊക്കെ ഇയാളെ പിന്നിലേക്ക് നടക്കുന്നു? ഇദ്ദേഹം പറയുന്ന നെഗറ്റീവ് തോട്ട്സിനെ എന്തിന് തലയിൽ കയറ്റി വെക്കുന്നു? അതുകൊണ്ടാണ് ട്രോള് കിട്ടുന്നത്, അതുകൊണ്ടാണ് വിവാദത്തിൽപ്പെടുന്നത്. ട്രോള് രസകരമാണ്, പക്ഷെ വൈറലാകുന്ന ട്രോളിൽ എയറിലേക്ക് പോകുന്ന ട്രോൾ, ആ ട്രോള് ആസ്വദിക്കാനും പലരും ഉണ്ട്. അതാണ് ഈ ലോകത്തിന്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാനോ ഇത്തരത്തിലുള്ള കാര്യത്തെ
പ്രോത്സാഹിപ്പിക്കാനോ പാടില്ല എന്ന്. ഒരു സിനിമ ഇറങ്ങിയാൽ നെഗറ്റീവ് എന്നല്ലാതെ പോസിറ്റീവ് അഭിപ്രായം പറയുന്നവരിൽ ഇപ്പൊ കുറവാണ്. ഏറ്റവും വലിയ കുറവ് കേരളത്തിൽ തന്നെയാണ്, അതേത് സിനിമയുടെ അഭിപ്രായത്തിലായാലും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് പബ്ലിക് അറിയണം. ഇവിടെ ഇതിനു വേണ്ടി ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇത് എത്തിച്ചു കൊടുക്കണം. ഇവർക്ക് ഇത് ഗുണമാകുന്ന കേസാണ്. ഇവർ നാളെ സിനിമ വെക്കുമ്പോൾ എത്തരത്തിലുള്ളവർക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരു സിനിമ ഇറക്കണമെന്ന മോട്ടീവും കൂടിയാവും. പക്ഷേ ഇത്ര തുച്ഛമായ മോട്ടീവോ ഇത്ര തുച്ഛമായ അഭിപ്രായമോ പ്രേക്ഷകർക്ക് ആവശ്യമില്ല. ഈ ഒരു വാല്യൂ ഇല്ലാത്ത കണ്ടന്റ് നിങ്ങൾ നമുക്ക് പാസ് ചെയ്ത് അത് നമ്മൾക്ക് വീങ്ങാനുള്ള കുളിയ പോലെ നമ്മളെ ജീവനോടെ കൊന്നുകളയരുത്. അതിനഡിക്റ്റാകുന്ന വിഷങ്ങളാണ്, അല്ലാന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ നല്ലതിനെ നല്ലതായി കാണില്ല, മോശത്തെ മോശമാണെന്ന് പറയുകയും ചെയ്യില്ല. അതിന്റെ വാലിൽ തൂങ്ങി പിള്ളേരെയും കുറ്റം പറയുന്ന ചെറുത്ത. എടോ, തനിക്ക് നാണമുണ്ടെങ്കിൽ തൻ്റെ അമ്മയും അതിന് വഴിവെച്ച് തരിക. തന്നോട് എന്തെങ്കിലും മോഹൻലാൽ എന്ന മനുഷ്യൻ തെറ്റ് ചെയ്തോ? മിസ്റ്റർ ചെറുത്ത, നിങ്ങൾ എന്തിനിങ്ങനെ മറ്റുള്ളവരെ? ഏറ്റവും കൂടുതൽ ശത്രു മോഹൻലാൽ, അത് മാറാട്ടണ്ണനും അത് തന്നെയാണ്. എന്തിനാടോ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ജീവൻ ഇല്ല കാലത്തെ തീരേണ്ടതാണ്. ഇതാണ് പറയുന്നത്. ഇതാണ് ഒരു പോസിറ്റീവ് അല്ലാത്ത ആറ്റിറ്റ്യൂഡ്. ഇതിൽ നെഗറ്റീവ് മാത്രം കയറി വരികയാണ്. നിങ്ങളുടെ സ്വഭാവത്തിന്റെ ദുഷിപ്പ്. നിങ്ങൾക്ക് ഇത് കണ്ടാലും ഒന്നും ആവില്ലെന്നറിയാം. പക്ഷെ മനുഷ്യനായ ഇത്തിരി ഉടുപ്പുണ്ടെങ്കിൽ ആ സിനിമ താൻ കാണാൻ പോയിട്ട് അഭിപ്രായം പറയരുതായിരുന്നു. പറയാതെ അഭിപ്രായം പറയാം. ആ കഥ മനസ്സിലാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ടെന്തിനാ ഈ കണ്ടും പൈസ കൊടുത്തും എന്നിട്ട് ആ പൈസയുടെ വിലയും മാനിക്കാതെ മോശമായ അഭിപ്രായം, നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുന്നല്ല ആറട്ടൻ, നെഗറ്റീവ് മാത്രം കൊടുത്ത് കയറിയിരിക്കും. ഇപ്പൊ ഇവിടെ ആരാണ് നിലപാട്? ഇവിടെ ആരാ നിഷ്പക്ഷം റിവ്യൂ പറയുന്നത്? ഇല്ല. ആറാട്ടണ്ണനൊന്നും നിഷ്പക്ഷമായിട്ടൊരു നിലപാടിൽ റിവ്യൂ പറയുന്നില്ല. അത് നമ്മൾ കാണുന്നുമില്ല. കണ്ടതെല്ലാം ഒരു മായയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇത്രയും കാലം പറയുന്നത് നെഗറ്റീവ് മാത്രമായിരുന്നു, പോസിറ്റീവ് അല്ല. അപ്പോ പോസിറ്റീവ് പറയാത്ത റിവ്യൂ അതൊരു റിവ്യൂ ആയിട്ട് കാണുന്നില്ല. അതൊരു റിവ്യൂ ആയിട്ട് പ്രേക്ഷകരെ കാണാൻ പാടില്ല. അവന്മാരുടെ പൊട്ടംകളി. എന്നിട്ട് അതിന് ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കുമ്പോൾ ആ കാര്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് അവരും ശ്രദ്ധിക്കുക. ഇനി നമ്മളില്ല. ഇനി ഇവന്മാർക്ക് വേണ്ടി ഫ്ലാഗ് കൊണ്ടുവരാൻ എന്ത് നല്ലത് ചെയ്താലും ഒരു നല്ലത് പറയാൻ നിങ്ങൾക്ക് നമ്മളെ കിട്ടത്തില്ല. ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് ഡോസായ അറിവായിരിക്കും. ഒരു കുളിയുടെ പ്രൊട്ടക്ഷനിൽ നമുക്ക് തരുന്ന ഡോക്ടർ തരുന്ന മെഡിസിൻ പോലെയുള്ള അടി കിട്ടണം. അല്ലാതെ നിങ്ങളൊന്നും മനസ്സിലാക്കില്ല ജീവിതം എന്താണ്, മനുഷ്യൻ എന്താണ്, ലോകം എന്താണെന്നൊക്കെ. ഇതാണ് നിങ്ങൾക്ക് വ്യക്തിത്വമില്ലാന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് സ്റ്റോറി. കാരണം ഇയാളെ പറ്റിയൊക്കെ സാബുമ്മ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഷോ കാണിച്ചപ്പോ അത് അദ്ദേഹം നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. കാരണം സാബുമോന് യഥാർത്ഥ മൈൻഡ് ഉണ്ടെന്ന് എനിക്കറിയാം. സാബുമോൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നല്ല കാര്യം പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചു. ഇവരെയൊന്നും വളർത്തേണ്ട ആവശ്യമില്ലെന്ന് എസ്റ്റേറ്റ് മിനിസ്റ്റർ സാബുമോനോട് പറയുക, നിങ്ങൾ പറഞ്ഞതാണ് ശരി.
നിങ്ങൾ നല്ലൊരു ജനറലി സാബുമോൻ വന്ന വഴികളിലൂടെ സാബുമോൻ പല രീതിയിൽ ജീവിച്ചു. പക്ഷെ സാബുമോനും ഇതേ കാലഘട്ടത്തിൽ കടന്നപ്പോ അത് ചിന്തിച്ച് അതിൻ്റെതായ മറുപടി പറയുന്നതിന്റെ ആ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് മനസ്സിലാവും. അവർ റീസെന്റ് കണ്ടന്റാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം മതി, അത്യാവശ്യത്തിന് കൂടുതലും വേണ്ട. ഇതിങ്ങനെ പാടി നടക്കുക, ഇഷ്ടമില്ല പറോസ് പണ്ട്, എന്നിട്ട് കഥ കണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ പാടെ റിവ്യൂ ഇടുകയാണ്. പടത്തിനാരും തിയേറ്ററിലേക്ക് വന്നു പോകരുത്. അത് നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്, അത് തന്നെയാണ് ഇടാൻ പോകുന്നത്. അത് കണ്ടിട്ട് പറയുക ആരാണ് സിനിമക്ക് നെഗറ്റീവ്. ഇടി എന്ന് പറയുന്ന സിനിമയിൽ ആളേ ഇല്ല. ആ ഒരു സിനിമ ഉണ്ടാക്കിയവനൊരു വരുമാണെങ്കിൽ ഒരു തിയേറ്ററിൽ എത്ര ആളുണ്ടെന്ന് ഒരു ബെഞ്ച് മാർക്കാകാനാ ആ ഇടിക്ക് കഴിഞ്ഞു. ഇടി എന്ന സുരാജിന്റെ സിനിമ എന്തോ ഒരു കോലത്തിലാണ് ഇപ്പൊ തിയേറ്ററിൽ. മാർക്കോ എന്ന മാസ് പടത്തിന് മാത്രം ഫുൾ ഷോയിലാണ് ഇരിക്കുന്നത്. കാരണം അത്രയും മാസ് പടം മാത്രം അറഗന്റായി തലയിൽ കുത്തി ഇഞ്ചക്ഷൻ അടിച്ച് തിയേറ്ററിൽ പോയി കാണുന്നവരായി പോകും. ഇത്രയും മൊറാലിറ്റി അവർക്കുണ്ട്. മാസ് 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 മാത്രം വേണ്ട, ക്ലാസ് വേണം, എല്ലാം വേണം. പക്ഷെ എല്ലാം ഒരുപോലെ കണ്ട് കാണും. മാസിന് മാസ്, കോമഡിക്ക് ആക്ഷന് പ്രാധാന്യം എല്ലാത്തിനും ഒരുപോലെ കൊടുക്കണം. ഒന്നിനും മുകളിലേക്ക് കൊടുക്കരുത്. കാരണം അത് നമുക്ക് നിബന്ധനയുള്ള കാര്യമല്ല. നമുക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്ത ഭാഗത്തിന് അപ്പുറം നമ്മുടെ നിഷ്പക്ഷത്തു നിന്ന് അപ്പുറം സംസാരിക്കുന്ന ഒരഭിപ്രായമാണത്. അത് ജനറേറ്റീവ് ആയ ഒരഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാം ഒരു മാനുവൽ ആയിരിക്കണം. ഒരു നോർമൽ പേഴ്സൺ ഒരു നോർമൽ കണ്ടന്റ് മാത്രമാക്കി മാറ്റുക, അത്രേ പറ്റൂ. വിഷ്വലൈസ് ചെയ്തൊരു പടത്തെ അതിനെ വിജയിപ്പിക്കാനില്ലെങ്കിലും അതിന്റെ മാർക്കറ്റ് വാല്യൂ എങ്കിലും നിലകൊള്ളണമെന്നാണ് സൊസൈറ്റിയോട് നമുക്ക് പറയാനുള്ളത്. സൊസൈറ്റി ഈസ് പബ്ലിക്. ആ പബ്ലിക് അറിയുന്നത് അതാണ് ഉത്തരം. ആ ഉത്തരം പറഞ്ഞു നടക്കേണ്ട ആവശ്യം മനസ്സിൽ വെച്ചാൽ മതി. അത് മനസ്സിൽ വെക്കുമ്പോൾ ഇവന്മാരൊക്കെ പറയുന്നത് ശരിയാണോ തെറ്റാണോ നമുക്ക് തോന്നും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കണ്ടന്റ്സിന്റെ പേരിൽ പലരും സിനിമ കാണാനോ പോകാറേ ഇല്ലാത്ത കാലഘട്ടം വരെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രി തകരുന്നത്. ഇൻഡസ്ട്രിക്ക് ഫ്ലോപ്പ് വരാൻ തുടങ്ങി. അത് നമ്മൾ കാണുന്നു. ഇത്തരം സോഷ്യൽ മീഡിയ യൂട്യൂബർ എന്ന രീതിയിൽ അവരെ നമ്മൾ കൂട്ടുന്നില്ല. ഒരു ഓൺലൈൻ മീഡിയ ആയിട്ട് മാത്രം വന്ന് അവർ അഷെയിംഡായിട്ട് ഒരു തകർക്കാനുള്ള ശത്രുക്കളാണ് അവർ. സിനിമയുടെ ശത്രുക്കൾ തന്നെയാണ് അവർ. അതുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു മുഖങ്ങളാണ്. അല്ലാതെ ഇഷ്ടം കൊണ്ട് സിനിമ കാണുന്നവരല്ല. അപ്പോ അതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പോകുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. ബൈ ഫോർ എവർ.